ഫെബ്രുവരിയിലെ ഗ്രഹസ്ഥിതി പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റീസെറ്റ് പോലെയാണ് തോന്നുന്നത്. ശനി മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് മാറുന്നത് മെയ് മുതൽ പൂർണ്ണമാകുമെങ്കിലും ഫെബ്രുവരി 13 തന്നെ അതിൻ്റെ പ്രഭാവം കണ്ടു തുടങ്ങും. മിഥുനക്കൂറുകാരായ പുണർദം നക്ഷത്രക്കാർക്ക് ഇത് 11ാം ഭാവത്തിലെ ലാഭസ്ഥാനത്തേക്കുള്ള ശനിയുടെ മാറ്റമാണ്. മിഥുനക്കൂറുകാർക്ക് ഇതൊരു വലിയ നേട്ടവുമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അവർ അനുഭവിച്ചു വന്ന തൊഴിൽപരമായ സമ്മർദ്ദങ്ങൾക്ക് ഇവിടെ ഒരു അയവുണ്ടാകുന്നു. ശനി 11ാം ഭാവത്തിൽ വരുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾക്കൊപ്പം പുതിയ നെറ്റ്വർക്ക് രൂപപ്പെടാനും സാധ്യതയുണ്ട്. എന്നാൽ കർക്കിടകക്കൂറുകാരായ പുണർദം 4ാം പാദക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനി അവസാനിച്ചിട്ട് അധികം കാലമായിട്ടുമില്ല. ശനി 10ാം ഭാവത്തിൽ വരുന്നത് അവർക്ക് കരിയറിൽ കഠിനാധ്വാനം ആവശ്യപ്പെടുന്ന സമയം കൂടിയാണ്. കുംഭൻ രാശിയിലെ പഞ്ചഗ്രഹ യോഗം പുണർദം നക്ഷത്രക്കാരുടെ ചിന്താഗതിയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കും. അവരുടെ ആശയങ്ങൾ കൂടുതൽ ഭാവി ലക്ഷ്യമിട്ടുള്ളതായിരിക്കും. 9ാം ഭാവത്തിലെ ഈ സംഗമം ഉന്നത വിദ്യാഭ്യാസത്തിനോ ദീർഘയാത്രകൾക്കോ ഉള്ള ആഗ്രഹവും വർദ്ധിപ്പിക്കും. അതേസമയം രാഹുവിൻ്റെ സാന്നിധ്യം ആശയക്കുഴപ്പങ്ങൾക്കും കാരണമാകും. മിഥുനക്കൂർ പുണർദം 1, 2, 3 പാദങ്ങൾക്ക് വ്യാഴം രാശിയിൽ നിൽക്കുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും.